കലാപകലുഷിതമായ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ പീഡിപ്പിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ ഒരു അഭയത്തിനായി കാത്തുനിൽക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അന്നത്തെ പാകിസ്ഥാനിൽ നടന്ന അതിശക്തമായ വംശഹത്യയെ തുടർന്ന് 1950-ലും 64-ലും ബംഗ്ലാദേശ് വിമോചനമുണ്ടായ 1970-ലും 71 കാലഘട്ടത്തിലും പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും നിരവധി ന്യൂനപക്ഷ മതവിഭാഗക്കാർ ഇന്ത്യയിലേക്ക് കുടിയേറിയിരുന്നു. ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്ന നടപടിയാണ് ഇപ്പോൾ എന്നാൽ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്ന് വാർത്തകൾ പ്രചരിക്കുകയാണ്. 1950 കിഴക്കൻ പാകിസ്ഥാനായിരുന്ന ബംഗ്ലാദേശിൽ 22% ന്യൂനപക്ഷ വിശ്വാസികളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 7.2% കുറഞ്ഞു. അനാഥരാക്കപ്പെട്ട ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങൾ വിഭജനകാലത്ത് ഇന്ത്യയിലേക്ക് വരാതെ സ്വന്തം മാതൃഭൂമിയിൽ ജീവിതം വിന്യസിക്കാൻ ആഗ്രഹിച്ചവരുമാണ്. തലമുറകളായി വംഗഭൂമിയിൽ ജീവിക്കുന്നവരുമാണ്. ഇന്ന് അവരെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞതിൻ്റെയും അവരുടെ മാനത്തിന് വില പറഞ്ഞതിൻ്റെയും ഉത്തരവാദിത്വം ഭൂരിപക്ഷ മതവിഭാഗ സംഘടനകൾക്കുമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അതിർത്തിയിലെത്തിയിരിക്കുന്ന ആയിരക്കണക്കിന് ന്യൂനപക്ഷങ്ങളെ ബംഗാളിലും കാശ്മീരിലും പുനരധിവസിപ്പിക്കാനായി അതിർത്തി തുറക്കണമെന്ന ആവശ്യം ഉയരുകയാണ്. ബംഗ്ലാദേശിലെ ഈ സംഭവത്തിൽ മറ്റ് രാഷ്ട്രങ്ങളുടെയും അതേപടി ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിപ്രായം വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ന്യൂനപക്ഷ സമൂഹം പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് ചിലരെങ്കിലും പ്രതികരിച്ചു തുടങ്ങിയിരുന്നു. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗൂട്ടറസും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും അപലപിച്ച് പ്രസ്താവന ഇറക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ പ്രതികരണത്തെ തുടർന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല പ്രധാനമന്ത്രി മുഹമ്മദ് യൂനുസും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാനും ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനുമുള്ള നടപടികളാണ് ഇനി വേണ്ടത്. ഏറ്റവും പുതിയ മറ്റൊരു സംഭവ വികാസം ബംഗ്ലാദേശിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത രീതിയിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിച്ച് തെരുവിലിറങ്ങി എന്നതാണ്. അവർ പറയുന്നത് ദുർഗയുടെ നാടായ വംഗഭൂമി തങ്ങളുടെ മാതൃഭൂമിയും ഹൃദയഭൂമിയുമാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, എവിടേക്കും പലായനം ചെയ്യാതെ സ്വന്തം നിലനിൽപ്പിനായി പോരാടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ബംഗ്ലാദേശിലെ അട്ടിമറിയെ അപലപിക്കാനോ ജനാധിപത്യത്തിന്റെ തകർച്ചയിൽ പരിതപിക്കാനോ ന്യൂനപക്ഷ വംശഹത്യയിൽ പ്രതിഷേധിക്കാനോ എത്ര വിദേശ രാജ്യങ്ങൾ തയ്യാറായി എന്നുള്ളതും വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ഇതുതന്നെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും സാമൂഹിക സാംസ്കാരിക നായകന്മാരുടെയും അവസ്ഥ. അരവിന്ദാക്ഷ മേനോൻ കമ്മീഷൻ പൂന്തുറ കലാപത്തിന് ഉത്തരവാദി എന്ന് വ്യക്തമായി വരച്ചുകാട്ടിയ അബ്ദുൽ നാസർ മദനിയെ ജയിൽ മോചിതനാക്കാൻ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം അംഗീകരിച്ചതാണ്. ആ നിയമസഭയിലെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇതുവരെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മൗനം വെടിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. സേവ് ഗാസ മുദ്രാവാക്യവുമായി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്ത ചലച്ചിത്ര താരങ്ങളോ സാംസ്കാരിക നായകന്മാരോ ബംഗ്ലാദേശിലെ പീഡിപ്പിക്കപ്പെട്ട നൂറുകണക്കിന് ന്യൂനപക്ഷങ്ങളുടെ കണ്ണീർ കണ്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാംസ്കാരിക നായകന്മാരുടെ സംയുക്ത പ്രസ്താവനയോ മെഴുകുതിരി കത്തിക്കലോ ധർണയിരിക്കലോ പാവം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഉണ്ടായില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ. പക്ഷേ ഇന്ത്യയിലുടനീളം ഹിമാലയം മുതൽ കന്യാകുമാരി വരെയും കച്ച് മുതൽ കാമാപുരം വരെയും ഈ പ്രശ്നത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. അത് സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുമായിരുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പിക്കാൻ പുതിയ ഇടക്കാല സർക്കാരിന്റെ തലവനായ മുഹമ്മദ് യൂനുസിനോട് ശക്തമായ ഭാഷയിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി രംഗത്തിറങ്ങാൻ RSS ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടുകൂടി ഒരു കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സർക്കാർ പൗരത്വ ഭേദഗതി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരാൻ പൗരത്വ ഭേദഗതി നിയമത്തിനുമാകും.